ഇത് കോഴികൾക്ക് ഒരു ഇമ്മ്യൂണിറ്റി പവറിനുള്ള ഒരു കൂട്ടുണ്ടാക്കാൻ പോകുന്നു. ഇത് നമ്മളെ ചിക്കന് വേണ്ടിയിട്ട് ഇമ്മ്യൂണിറ്റി പവർ, അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുന്നതിന് മുമ്പ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കും. ഇത് മാത്രമല്ല, ഇതിൽപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇതാണ് വലിയ ജീരകവും ഇത് വലിയ ജീരകവും അയമോദകവും പൊടിച്ചതാണ് കേട്ടോ. ഇത് പൊടിച്ചിട്ട് നമ്മളിങ്ങനെ ഇത് തിളപ്പിച്ച് വെക്കണം. നല്ല തിളച്ചിട്ട് വേണം നമുക്ക് അവർക്ക് ഇട്ട് കൊടുക്കാൻ. അതുപോലെ ഇത് നമ്മൾ ചെയ്തല്ല എന്താ വെച്ചാൽ ജ്യൂസ് ചെയ്തിരിക്കുകയാണ്. അതായത് പിന്നെ കരിനെച്ചി, അതുപോലെ തുളസി, കഞ്ഞിക്കൂർക്കയുടെ ഇല, പിന്നെ ഇത് ആടലോടകത്തിൻ്റെ ഇല, അത് 4 ഇതിൽ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കൊടുക്കുന്നത് എന്താ വെച്ചാൽ ശർക്കര, അതായത് സാധാരണ ശർക്കര പറ്റില്ല, അതിലേക്ക് കൂടുതലായിട്ടും പിന്നെ ഒരുപാട് കെമിക്കലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് പകരം നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ഈ ആയുർവേദ കടയിൽ കിട്ടും ഈ പനൻ ശർക്കര എന്ന് പറഞ്ഞ സാധനം, അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഉരുക്കി വെച്ചിട്ടാണ് അത് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മൾ 10 ലിറ്ററാണ് ഉണ്ടാക്കുന്നത്. ഈ 10 ലിറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 10 ഡ്രിങ്കറിൽ ഒഴിച്ചു കൊടുക്കാനാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. ഒരു ഡ്രിങ്കറിൽ 1 ലിറ്റർ വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നതിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നല്ല ക്വാളിറ്റിയുള്ള മീറ്റ്, അതായത് ടോക്സിസ് ഇല്ലാത്ത മീറ്റ്. നമുക്കെന്നറിയാം മാർക്കറ്റിൽ കിട്ടുന്ന മീറ്റുകൾ ഏതെല്ലാം തരത്തിലാണെന്നുള്ള, നമുക്ക് പത്രം പരസ്യങ്ങളും മറ്റുള്ളതൊക്കെ നമ്മൾ കാണുന്നതാണ് എപ്പോഴും. അപ്പോൾ എന്താ വെച്ചാൽ അതൊന്ന് വ്യത്യസ്തമായിട്ട് നല്ല ക്വാളിറ്റി മീറ്റുകൾ ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഇങ്ങനെ ട്രെയിൻ ചെയ്ത് വരികയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത് തിളക്കണം. തിളച്ച് വന്ന് നന്നായിട്ടിതൊരു കറുത്ത കളർ വരും, ഒരു മിക്സ്. ആ കറുത്ത കളർ വരുമ്പോൾ അത്യാവശ്യം ഇത് വേവായിട്ടുണ്ടാവും. ഇനി കുറച്ച് നേരം ചൂടാറോളം ഇത് വെച്ചിട്ട് നമ്മൾ ഇത് ചിക്കൻ ഒഴിച്ചു കൊടുക്കും. ഇത് നമ്മൾ പിന്നെ ചിക്കൻ്റെ ഏജ് വൈസാണ് കേട്ടോ. എല്ലാ ചിക്കനും ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല ഇത്രയും ഇതിൽ. ഇപ്പോൾ ഇതിൽ നമ്മളൊരു 900 ഗ്രാം ശർക്കര തന്നെ ഉണ്ട്. അതുപോലെ ഇതിൻ്റെ അളവിൻ്റെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അല്ലാതെ ഇത് ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഇതിൽ കുറച്ചുകൂടെ കുറച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അതുപോലെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.